ഹായ് ഹലോ ഗായ്സ്, എന്തല്ല സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? വായോ. നമ്മളിപ്പോൾ ആവശ്യത്തിന് ഞണ്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ കട്ട് ചെയ്യുക. ഞങ്ങളിങ്ങനെയാണ് കട്ട് ചെയ്യാറ്. ആവശ്യത്തിന് വലിപ്പത്തിന് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞങ്ങളിവിടെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് സവോള, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മസാല. അത് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം മതി. സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നമുക്കതിലേക്ക് പച്ചമുളകും ഉള്ളിയും ഇട്ട് നല്ല രീതിയിൽ വഴറ്റുക. അത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ഇടുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം നല്ല രീതിയിൽ അതിലേക്ക് ഇട്ട് വഴറ്റുക. അത് നല്ല രീതിയിലൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ ഞണ്ടിടുക. ആ ഞണ്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക. ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തീ കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു സ്മെല്ല് നമുക്ക് കിട്ടാൻ തുടങ്ങും. ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നല്ല രീതിയിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. എന്നാലേ ആ ഫ്ലേവറിൻ്റെ മണമൊക്കെ നമുക്കങ്ങ് കിട്ടുള്ളൂ. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. വായിന്ന് വെള്ളം വരുന്ന സ്മെല്ലായിരിക്കും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം നമ്മുടെ കറി കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ പണി ഇവിടെ തന്നെ തീർന്നു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതോടെ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടിപൊളി ഞണ്ട് കറി റെഡി.